പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടൂ വീലർ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലമാണ്. അതായത് നമ്മുടെ വണ്ടിക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ കൊണ്ട് നിർത്തി ഇന്ന് രാവിലെ നോക്കുമ്പം സ്റ്റാർട്ട് ആകുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്രകൾ പോയി കുറച്ച് ഹില്ലി ഏരിയ ആയിട്ടുള്ള കുറച്ച് തണുപ്പ് നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് കുറച്ച് തണുപ്പായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ ഒരു യാത്ര പോയി വൈകുന്നേരം കൊണ്ടേ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. രാവിലെ നോക്കുമ്പം വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. വണ്ടി സ്റ്റാർട്ടിങ് എന്ന് പറയുകയാണെങ്കിൽ സെൽഫില്ല, കിക്കില്ല, വീല് പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് നോക്കി ഒരു വിധത്തിലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കും. നമ്മളിപ്പം മഴക്കാലത്ത് എവിടെയെങ്കിലും പോയി വീട്ടിൽ നിന്ന് പോയിട്ട് ടൗണിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഈ ഒരു സ്ഥിതിവിശേഷമായിരിക്കും. അതേപോലെ തന്നെ വഴിയിലൊക്കെ പെട്ടുപോകാനും സാധ്യതയുണ്ട്. നമ്മൾ പിന്നീട് എന്തൊക്കെ പരിപാടി നോക്കുവാണെങ്കിലും നമ്മളുടെ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വരെ നമ്മൾ നല്ല രീതിയിലാണ്, ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നു. ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവച്ചു, രാവിലെ നോക്കുമ്പം സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിലൊക്കെ ആണെങ്കിൽ വല്ലതൊക്കെ എലി തിന്നിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും വയറുകളോ എന്തെങ്കിലുമൊക്കെ പീസുകളൊക്കെ എലി കടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ നിലത്ത് വീണ് കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു കാര്യം നോക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരാൾക്കും ഒരു മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഒന്നും ഒരു ബേസിക് പോലും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾക്ക് ആദ്യമായിട്ടല്ല, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വണ്ടിയുടെ ടൂൾ കിറ്റ് എടുക്കുക. വണ്ടിയുടെ ടൂൾ കിറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. സർവീസിന് കൊടുത്തതിന് ശേഷം തിരിച്ച് തരുമ്പോൾ നമ്മൾ കൊടുത്ത സാധനങ്ങൾ എല്ലാം ഉണ്ടോയെന്ന്, ടൂൾ കിറ്റ് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് നിർബന്ധമായി ചെക്ക് ചെയ്തിരിക്കണം. ടൂൾ കിറ്റ് തന്നിരിക്കുന്നത് വണ്ടിയുടെ യൂസറിന്, അതായത് നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്ക് അതിലുള്ള ടൂൾസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അത്തരം പണികളൊക്കെ നമ്മൾക്ക് സ്വന്തം ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടൂൾ കിറ്റിൽ വണ്ടിയുടെ പ്ലഗ് അഴിക്കാനുള്ള ടൂള് ഉണ്ടായിരിക്കും. എല്ലാ വണ്ടിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാധനം മാത്രം മതി നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കാർബറേറ്റർ വണ്ടി, ഫ്യൂലിംഗ് ജംഗ്ഷൻ വണ്ടി ഏതും ആയിക്കോട്ടെ, ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക. ടൂൾ കിറ്റ് എടുക്കുന്നു, പ്ലഗ് അഴിച്ചെടുക്കാനുള്ള ടൂൾ എടുക്കുന്നു, നമ്മളുടെ വണ്ടിയുടെ പ്ലഗ് അഴിക്കുന്നു. പ്ലഗ് അഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കേബിൾ റിമൂവ് ചെയ്യണം. ആ കേബിൾ ഒന്ന് ഷേക്ക് ചെയ്ത് വെട്ടിച്ച് അത് റിമൂവ് ചെയ്യണം. വലിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് റിമൂവ് ആയി കിട്ടത്തില്ല. നമ്മൾക്കൊരു പെട്ടെന്ന് വലിക്കാൻ ഒരു പേടിയുണ്ടാവും. പക്ഷേ നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഒറ്റ വലി വലിക്കുക, അത് ഊരി വരും. അതിനുശേഷം പ്ലഗ് നമ്മൾക്ക് ഊരിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ തരത്തിൽ പ്രോബ്ലം വരുന്ന വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ ഈ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ തരത്തിൽ പ്രോബ്ലം വരുന്ന വണ്ടിയാണെങ്കിൽ ഈ പ്ലഗിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നല്ല കരി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പം ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കിപ്പോൾ റോഡ് സൈഡിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കല്ലിൻ്റെ കഷ്ണമെങ്കിലും എടുത്തിട്ട് മെല്ലെ ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ വണ്ടിയുടെ ഏതെങ്കിലും ഭാഗത്ത് ഈ രീതിയിലുള്ള ഒരു സാൻഡിങ് പേപ്പർ, എമിരി പേപ്പറൊക്കെ എടുത്തിട്ട് വയ്ക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഒന്നുമില്ലെങ്കിലും നമ്മുടെ പോക്കറ്റിലുള്ള കോയിന്, റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു കല്ലും കഷണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണി, പേപ്പർ ഒക്കെ എടുത്തിട്ടൊന്നും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ വണ്ടിയിൽ തന്നെ അത് തിരിച്ച് ഫിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്ത പ്ലഗിൻ്റെ കേബിൾ ഒന്ന് നോക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നലെ വരെ നല്ല രീതിയിൽ ഓടിയ വണ്ടിയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അതിനുശേഷം പ്ലഗിൻ്റെ വയറൊക്കെ തിരിച്ച് അതേ രീതിയിൽ കണക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഈ ഒരു കംപ്ലൈൻറ്റ് തന്നെയായിരിക്കും മിക്കവാറും എല്ലാ വണ്ടികൾക്കും. പ്രത്യേകിച്ച് കുറച്ച് പഴയ വണ്ടികൾക്ക്, ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് വലിയ മെയിൻ്റെനൻസും ഒന്നുമില്ലാതെ കൊണ്ടു നടക്കുന്ന വണ്ടികൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ മടിക്കാണ്ട്, നിങ്ങൾക്കിപ്പം നമ്മൾക്കറിയാം രാത്രിയൊക്കെ എവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വണ്ടി ഓണാകുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ ടൂൾ കിറ്റ് എടുക്കുക, പ്ലഗ് അഴിക്കുക, ക്ലീൻ ചെയ്യുക,
ഇടുക. അതും അല്ലെങ്കിൽ ഒരു പുതിയ പ്ലഗ് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ ബാഗിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ, പ്ലഗിന് 100 രൂപയുള്ളൂ, 20,000 കിലോമീറ്ററിൽ പ്ലഗ് മാറ്റുന്നതും കൂടി നല്ലതായിരിക്കും. അപ്പോഴെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ള വണ്ടികളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴിത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.